ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണി പ്രിയദർശൻ, നസ്ലൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക് തിരക്കഥ സംവിധാനം ചെയ്ത് ഓണം റിലീസായി ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച തീയിലെടുത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയ ആദ്യ 10 ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. 10ാം ദിവസത്തിൽ 2 നേട്ടങ്ങളാണ് ഒരുമിച്ച് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. ഇന്ന് ഈ സിനിമ കേരള കളക്ഷനിൽ 50 കോടി ക്ലബിലേക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 150 കോടിയിലേക്കും കടന്നിരിക്കുകയാണ്. കേരളത്തിൽ അതിവേഗ 50 കോടി ക്ലബിൽ എത്തപ്പെടുന്ന മൂന്നാമത്തെ സിനിമ കൂടിയാണ് ലോക ചാപ്റ്റർ 1. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഒരു മലയാള സിനിമ 150 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുന്ന 7ാമത്തെ സിനിമ കൂടിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇനി ലോക സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വന്നാൽ, ചിത്രം വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയിരുന്നത് 38 കോടി 66 ലക്ഷം രൂപയായിരുന്നു. 9ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ 5 കോടി 82 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ 9 ദിവസം കൊണ്ട് 44 കോടി 46 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 9ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് 20 കോടി 25 ലക്ഷം രൂപയാണ്. 143 കോടി 25 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 9 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 10ാം ദിവസവും ഔട്ടം ദിനം കൂടിയ ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ, അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം ഈ സിനിമ 5 കോടി കളക്ഷൻ നേടിയെടുത്തിരുന്നു. ഇന്ന് ഈ സിനിമ കേരളത്തിൽ 7-7.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 52 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. 10ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 22 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് തന്നെ 143 കോടി 25 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 10 ദിവസം കൊണ്ട് 165 കോടി റേഞ്ചിലാണ് എത്തി നൽകുന്നത്. അടുത്ത ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ഈ സിനിമ 200 കോടി ക്ലബിൽ എത്തപ്പെടും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മോഹൻലാൽ നായകനെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 ലോക സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെ ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് ഔട്ടം ദിനവും 10ാം ദിവസം കൂടിയായി ഇന്ന് ശനിയാഴ്ച മികച്ച കളക്ഷൻ കേരളത്തിൽ നേടിയെടുക്കാനായിട്ടുണ്ട്. വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 19 കോടി 33 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 9ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 3 കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 22 കോടി 33 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 10ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 4 കോടി റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 26.5 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 58-60 കോടി റേഞ്ചിലാണ്. AR മുരുകദോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മദ്രാസി. ശിവകാർത്തികേയൻ, രുക്മിണി വസന്ത്, വിദ്യുത് ജംവാൾ, മലയാളി താരം ബിജു മേനോൻ, വിക്രാന്ത്, ഷബീർ കല്ലറയ്ക്കൽ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ താരങ്ങൾ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 50 ലക്ഷം രൂപയായിരുന്നു. തമിഴ്നാട് ഓപ്പണിംഗ് കളക്ഷനായി ആദ്യ ദിവസം 12 കോടി 80 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടക കളക്ഷനായി 1 കോടി 75 ലക്ഷം രൂപയും നേടിയെടുത്തിരുന്നു. ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് 16 കോടി 50 ലക്ഷം രൂപയാണ്. UAE GCC കളക്ഷനായി ആദ്യ ദിവസം 2 കോടി 90 ലക്ഷം നേടിയ ഈ സിനിമ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി 22 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. 2ാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും ഈ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ 10 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായി 40 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ ബോളിവുഡ് സിനിമയാണ് ഭാഗി 4. ഹർഷ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടൈഗർ ഷെറോഫ്, സഞ്ജയ് ദത്ത്, സോനം ബജ്വ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 12 കോടി രൂപയും ഗ്രോസ് കളക്ഷനായി 14 കോടി 15 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. വിദേശ കളക്ഷനായി ആദ്യ ദിവസം 3 കോടി സ്വന്തമാക്കിയ ഈ സിനിമ 17 കോടി 15 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. തുഷാർ ജെലോട്ട തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 29 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് പരം സുന്ദരി. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 49 കോടി 75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 8 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 15 കോടി 50 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 8 ദിവസം കൊണ്ട് 65 കോടി 25 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത് 2025 ജൂലൈ 25 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആനിമേഷൻ സിനിമയാണ് മഹാവതാർ നരസിംഹ. സിനിമയുടെ 43 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 293 കോടി 31 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഓവർസീസ് കളക്ഷനായി 26 കോടി 35 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ടോട്ടൽ 319 കോടി 66 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ ഭാഗത്തിന്റെ ബഡ്ജറ്റായി നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് കേവലം 4 കോടി രൂപ മാത്രമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.